ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെ നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് പറയണം. അപ്പോൾ അതിന് 2 പാർട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫോട്ടോ അങ്ങനെ ഓരോരോ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് കാണിച്ചു തന്നാ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ എടുത്ത് എൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്ക് ഒരു വീഡിയോ എന്തോ രണ്ട് ക്യാൻവാസിൽ എങ്ങനെ ആക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ലോങ് വീഡിയോയുടെ ഒരു ക്യാൻവാസ് ആട്ടോ സെലക്ട് ചെയ്ത് അത് ചെയ്തു. ഇനി അടുത്ത വീഡിയോ ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ വേറെ ക്യാൻവാസിൻ്റെ ഇഷ്ടത്തിൽ നമുക്കങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ എന്താ ഇഷ്ടമനുസരണം നമുക്ക് മാറ്റി മാറ്റി ചെയ്യാം. ഏതായാലും കൂടുതൽ വീഡിയോയ്ക്ക് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക എല്ലാതും ഒരേ ക്യാൻവാസിൽ ചെയ്യേണ്ട കേട്ടോ. ഇനി അടുത്ത ഞാൻ ഓപ്ഷൻ ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് നമ്മൾ ഓഡിയോ കേട്ടോ. ഓഡിയോ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാട്ടോ ഇനി അടുത്തതുള്ളത്. ഓഡിയോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമുക്ക് അതിലിതാ മ്യൂസിക്, എഫക്ട്സ്, റെക്കോർഡ്, AI സ്പീച്ച്, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ടാവും. AI സ്പീച്ച് പറഞ്ഞാൽ നമ്മുടെ പവർഫുൾ വോയിസ്, പിന്നെ നമുക്ക് ഏത് വോയിസ് നമ്മുടെ വോയിസ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഏത് നല്ല പവറായിട്ട് വേണം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഞാൻ ഇൻഷൂട്ടിൻ്റെ ആപ്പിൽ തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുക. അതിൽ മറ്റേ ടൈമർ ഉണ്ടാവും കേട്ടോ. ടൈമർ കഴിഞ്ഞ് നമുക്ക് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അതുപോലെ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ വോളിയം കൂട്ടിയിട്ട് ചെയ്യാം. പിന്നെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബാസ് കൂട്ടും കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് നിന്ന് ഇപ്പോൾ സെൻറ്റർ ഭാഗം നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് കൊണ്ടുവച്ച് സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ അമർത്തിയിട്ട് നമുക്ക് സ്പ്ലിറ്റൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ. നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നും കേട്ടോ. നമുക്ക് എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമില്ലാത്ത ഭാഗം മുകളിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നമുക്കതിൽ കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചില ഭാഗം നമുക്ക് സ്പീഡ് വേണമെങ്കിൽ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുത്ത് നമുക്ക് സ്പീഡ് അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഓരോന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആവും കേട്ടോ. ജസ്റ്റ് ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടോ പിന്നെ നമ്മുടെ ഇൻട്രോ മ്യൂസിക് ഒക്കെ ഇല്ലേ, അതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗാലറിയിലുള്ളത് വെക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും മ്യൂസിക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മ്യൂസിക് അത് നമുക്ക് വീഡിയോ ആണ്. ആ വീഡിയോത്തെ മ്യൂസിക് എങ്ങനെയാണ് നമുക്കത് ഓഡിയോ ആക്കിയിട്ട് നമുക്കിതിൽ ചെയ്യാനായിട്ട് ഞാൻ കാണിക്കുകയാണ്. അതിൽ മൈ മ്യൂസിക് എന്നുള്ള ഓപ്ഷനിൽ എക്സ്ട്രാക്ട് വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ, അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിലത്തെ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോത്തെ വോയിസ് മാത്രം നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്ത് ആ വോയിസ് മാത്രം കിട്ടും. പിന്നെ മൈ മ്യൂസിക്കിൽ തന്നെ പോയാൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത മ്യൂസിക് ഉണ്ടാവും കേട്ടോ. മനസ്സിലായി വിചാരിക്കുന്നു.